ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ദാ ഇന്നൊരു ചൊറക് കറിയായിട്ടാണ് കേട്ടോ വന്നേക്കുന്നത്. ചൊറക് അഥവാ സ്രാവ്, ഞങ്ങളൊക്കെ സ്രാവെന്നാണ് പറയുന്നത്. ഇവിടെ എന്നെ കല്യാണം കഴിച്ച് കൊണ്ടുവന്നെടുത്ത് ചൊറകെന്നാണ് ഇതിന് പറയുന്നത്. അപ്പോൾ നല്ല പച്ച ചൊറകാണ്, നല്ല വലിയ ചൊറകാണ് കിട്ടിയത് കേട്ടോ. ഞാൻ ഇവിടെ വന്നതിന് ശേഷമാണ് ചൊറക് കറിയൊക്കെ ഇങ്ങനെ കൂടുതലായിട്ട് കഴിക്കുന്നത്. വീട്ടിലങ്ങനെ ഇങ്ങനെ ഈ സ്രാവൊന്നും വാങ്ങിക്കാറില്ല കേട്ടോ. അപ്പോൾ അതേ ചൂടുവെള്ളം ഒഴിച്ചിട്ടാണ്, ഇവിടെ തിളച്ച വെള്ളം ഒഴിച്ചിട്ടാണ് കേട്ടോ ക്ലീൻ ചെയ്തെടുക്കുന്നത്. അങ്ങനെ അതൊക്കെ ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. അമ്മയാണ് ഇവിടെ മിക്കപ്പോഴും ചൊറക് കറി വെക്കുന്നത് കേട്ടോ. അമ്മയാണ് അതിൻ്റെ സ്പെഷ്യലിസ്റ്റ്, അതുകൊണ്ട് അമ്മയാണ് ഇന്നും ചൊറക് കറി വെക്കുന്നത്. ഞാനിവിടെ ഹെൽപ്പിന് സൈഡിൽ തന്നെ ഉണ്ട്. പിന്നെ അമ്മ ദാ ചട്ടിയൊക്കെ വെച്ച് ചൂടാക്കി വെളിച്ചെണ്ണ ഒഴിച്ചു. ചുമന്നുള്ളിയും വെളുത്തുള്ളിയും ഇഞ്ചിയും കറിവേപ്പിലയും പച്ചമുളകും ഒക്കെ ഇട്ടിട്ടുണ്ട്. ചുമന്നുള്ളി കുറച്ച് ഏറെ വേണം, ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ കുറച്ച് മതിയാകും. പൊടിയൊക്കെ നേരത്തെ അമ്മ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ദാ കുറച്ച് ഉലുവാപ്പൊടി ഇട്ടാണ് വഴറ്റുന്നത് കേട്ടോ. അതിനുശേഷം മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, പെരിഞ്ചീരകപ്പൊടി ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കി നല്ല പോലെ ആ മസാലയൊന്ന് ചൂടാക്കി എടുക്കണം. കരിയാൻ പാടില്ല കേട്ടോ. പൊടികളൊക്കെ നമുക്ക് ആവശ്യാനുസരണം ഇടാം കേട്ടോ. ചാറ് എത്രയും വേണോ അത്രത്തോളമൊക്കെ പൊടി ഇടണം. പിന്നെ ഇതാ കുടംപുളി ഉപ്പ് ഇട്ട് വെള്ളത്തിലിട്ട് വെച്ചിരുന്നതാണ് കേട്ടോ, അതാണ് ഒഴിച്ചത്. പിന്നെ ആവശ്യത്തിന് വെള്ളം കുറേശ്ശെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്, കൂടി പോകാൻ പാടില്ല. അപ്പോൾ ഇതാ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നമ്മളൊന്ന് തിളയ്ക്കാൻ വെക്കുകയാണ് കേട്ടോ. നന്നായിട്ട് തിളച്ചതിന് ശേഷമാണ് കഷ്ണങ്ങൾ ഇടുന്നത്. കുറച്ച് വെള്ളം ഏറെ എടുക്കുന്നുണ്ട്, ഇനി കഷ്ണങ്ങളും കൂടി അതിനകത്ത് കിടന്ന് വേകണമല്ലോ. അതിന് നല്ലതായിട്ട് എണ്ണയും ഉപ്പും പുളിയൊക്കെ വേണ്ട ഒരു മീനാണ് കേട്ടോ സ്രാവെന്ന് പറയുന്നത്. അപ്പോൾ അത് ചാറൊക്കെ നന്നായിട്ട് വെട്ടി തിളച്ചിട്ടുണ്ട്. ഇനി മീൻ പീസ് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കണം. മീനൊക്കെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് തിള വന്നതിന് ശേഷം കുറച്ചൊന്ന് തീ കുറച്ച് കൊടുക്കാം കേട്ടോ. കുറച്ച് മാത്രം കുറച്ചാൽ മതിയേ, നന്നായിട്ട് വേകണമല്ലോ. അപ്പോൾ വലിയ പീസായിരുന്നു, വലിയ മീനായിരുന്നു. അങ്ങനെ ദാ അത് തിളച്ച് നല്ല പരുവത്തിനായിട്ടുണ്ട് കേട്ടോ. ഒന്ന് തിളച്ച് നല്ലപോലെ തിളച്ച് വേകാറാകുമ്പോൾ ഒന്ന് തുറന്ന് വെച്ചിട്ട് കുറച്ച് നേരം ഒന്ന് ഒരു സിമ്മിലിട്ട് കുറച്ച് നേരം വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ എണ്ണ തെളിഞ്ഞ് വരും കേട്ടോ. കണ്ടു കഴിഞ്ഞാൽ നമുക്ക് കഴിക്കാൻ തോന്നും. അത് കണക്ക് നല്ല സ്പൈസി ആയിട്ടുള്ള ഒരു ചൊറക് കറിയാണ് കേട്ടോ. നല്ല എരിവുണ്ട്, എരിവും പുളിയും ഉപ്പും ഒക്കെ നന്നായിട്ട്, എണ്ണയൊക്കെ നന്നായിട്ട് വേണമല്ലോ ഈ ചൊറക് കറിക്ക്. ചൊറക് കറിക്കെന്നല്ല, എല്ലാ മീൻ കറിക്കും പുളിയും ഉപ്പും എരിവും ഒക്കെ ആവശ്യത്തിന് തന്നെ വേണം, കുറഞ്ഞാൽ അത് കൊള്ളൂലായിരിക്കും. അപ്പോൾ ദാ നമ്മുടെ ചൊറക് കറിയൊക്കെ കൂട്ടി ചോറ് കഴിക്കാൻ പോവാണ് കേട്ടോ. തൈരുണ്ടായിരുന്നു, സാലഡ് ഉണ്ടായിരുന്നു, പിന്നെ പാവയ്ക്ക അച്ചാറുണ്ടായിരുന്നു, തക്കാളിക്ക കറിയും ഉണ്ടായിരുന്നു കേട്ടോ ചൊറക് കറിയുടെ കൂടെ. അപ്പോൾ ദാ ചൊറക് കറി ഇങ്ങോട്ട് എടുത്ത് നല്ല ചൂട് ചോറിനകത്തോട്ട് നല്ല സ്പൈസി ആയിട്ടുള്ള ആ ചൊറകിൻ്റെ ചാറ് അങ്ങോട്ട് ഒഴിച്ചിട്ട് നന്നായിട്ട് കുഴച്ച് അങ്ങോട്ട് കഴിക്കുക. എല്ലാവർക്കും ഇത് കഴിക്കാൻ തോന്നുന്നുണ്ടല്ലേ? എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. നല്ല അടിപൊളി സ്വയംഭൻ സാധനമാണ് കേട്ടോ. മീൻ നല്ല മീനായിരുന്നത് കൊണ്ട് നല്ല ടേസ്റ്റുള്ള കറി തന്നെയായിരുന്നു കേട്ടോ. എല്ലാവരും ഇതുപോലെ മീൻ കറിയൊക്കെ ഉണ്ടാക്കി നന്നായിട്ട് ഫുഡൊക്കെ കഴിച്ച് ഹാപ്പി ആയിട്ടിരിക്കുക കേട്ടോ. അപ്പം എൻ്റെ ഈ വീഡിയോ കാണുന്നവർ എന്നെ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇനി വീണ്ടും വേറൊരു വീഡിയോയുമായിട്ട് കാണാം. താങ്ക് യു.